വടകരയിൽ പ്രവീൺ കുമാർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായേക്കും. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയ വടകര മണ്ഡലത്തിൽ കെ പ്രവീൺ കുമാർ സ്ഥാനാർത്ഥിയാകാൻ സാധ്യത. മുല്ലപ്പള്ളി മത്സരിക്കില്ലെങ്കിൽ പ്രവീൺ കുമാർ സ്ഥാനാർത്ഥിയാകണമെന്ന ആവശ്യവുമായി നേതാക്കൾ. ബിന്ദുകൃഷ്ണയും VM സുധീരനും മത്സരിക്കില്ലെന്ന് അറിയിച്ചു. പ്രവീൺ കുമാറിനെ പരിഗണിക്കുന്നത് ഹൈക്കമാൻഡ് സമ്മർദ്ദം ശക്തമാക്കിയിട്ടും മത്സരിക്കാനില്ലെന്ന നിലപാടിൽ മുല്ലപ്പള്ളി ഉറച്ചുനിന്നതോടെ അതിനിടെ വടകരയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ അതൃപ്തി അറിയിച്ച് യൂത്ത് കോൺഗ്രസും. രക്തസാക്ഷികളെ ഓർത്തെങ്കിലും വടകര മണ്ഡലത്തിലെ മത്സരത്തെ ഗൗരവത്തോടെ കാണണമെന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. വടകരയടക്കം 4 സീറ്റുകളെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ പ്രവർത്തകർക്കിടയിൽ അമർഷം ശക്തമാണ്. വടകരയിൽ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണ്ടും മത്സരിക്കണമെന്ന ആവശ്യം ശക്തമായതോടെയാണ് സ്ഥാനാർത്ഥി നിർണയം വീണ്ടും നേതൃത്വത്തിന് തലവേദനയായത്. വടകരയിൽ P ജയരാജനെതിരെ ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യം ഉയർന്നതോടെ വിഷയത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തന്നെ തീരുമാനമെടുത്തേക്കും. കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലമായ വയനാട്ടിൽ ഗ്രൂപ്പ് ബലാബലത്തിനൊടുവിൽ T സിദ്ദിഖിനെ സ്ഥാനാർത്ഥിയാക്കാൻ ധാരണയായി. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശും ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാനും സ്ഥാനാർത്ഥികളാകും. അതൃപ്തിയുമായി RSSും. BJP സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നതിൽ അതൃപ്തി അറിയിച്ച RSS. ശക്തരായ നേതാക്കളെ കേരളത്തിൽ സ്ഥാനാർത്ഥികളാക്കണമെന്ന ആവശ്യം. K സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും പ്രധാന മണ്ഡലങ്ങൾ നൽകണമെന്നും RSS. BJP സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കാനിരിക്കെയാണ് RSS അതൃപ്തി അറിയിച്ചത്. പത്തനംതിട്ടയിൽ K സുരേന്ദ്രന് വേണ്ടി സമ്മർദ്ദം ശക്തം. ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ പത്തനംതിട്ടയിൽ സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയാണ് സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. സുരേന്ദ്രന് വേണ്ടി ഒരു വിഭാഗം നേതാക്കൾ സമ്മർദ്ദം ശക്തമാക്കിയത് ദേശീയ നേതൃത്വത്തെ വീണ്ടും കുഴച്ചു. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ ഫേസ്ബുക്ക് പേജിൽ സുരേന്ദ്രനെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തകരും രംഗത്തെത്തിയതോടെ പട്ടികയിൽ വീണ്ടും മാറ്റം വരുത്തേണ്ട അവസ്ഥയിലാണ് നേതൃത്വം. പത്തനംതിട്ടയോ തൃശൂരോ ലഭിച്ചില്ലെങ്കിൽ മത്സരിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സുരേന്ദ്രനെ പരിഗണിക്കുന്നത് ആറ്റിങ്ങലിൽ. BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തൃശൂർ ഉറപ്പിച്ചു കഴിഞ്ഞു. പത്തനംതിട്ട സീറ്റിനായി ആവശ്യമുന്നയിച്ച കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തെ കൊല്ലത്തേക്കാണ് പരിഗണിക്കുന്നത്. പത്തനംതിട്ട അല്ലാതെ മറ്റൊരു മണ്ഡലത്തിലും മത്സരിക്കില്ലെന്ന നിലപാടിൽ കണ്ണന്താനവും. സാവന്ത് മുഖ്യമന്ത്രിയായി. ഏറെ നാടകീയതകൾക്കൊടുവിൽ ഗോവയിൽ ഭരണം നിലനിർത്തി BJP. നിയമസഭ സ്പീക്കറായിരുന്ന പ്രമോദ് സാവന്ത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഒരു ദിവസം നീണ്ടുനിന്ന അഭ്യൂഹങ്ങൾക്കൊടുവിൽ സത്യപ്രതിജ്ഞ നടന്നത് ഇന്ന് പുലർച്ചെ 2 മണിക്ക്. ഇടഞ്ഞുനിന്ന ഘടകകക്ഷി സ്വതന്ത്ര MLAമാർക്ക് മന്ത്രിസ്ഥാനം നൽകി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ നടത്തിയ കരുനീക്കങ്ങൾക്കൊടുവിലാണ് പ്രമോദ് സാവന്ത് പരീക്കറുടെ പിൻഗാമിയായത്. 2 ഘടകകക്ഷി MLAമാരും 3 സ്വതന്ത്രമടക്കം 9 പേരുടെ പിന്തുണ കൂടെ ലഭിച്ചതോടെ BJP അധികാര കസേര തിരിച്ചുപിടിച്ചു. ഗോവ പോലെ ചെറിയൊരു സംസ്ഥാനത്ത് 2 ഉപമുഖ്യമന്ത്രിമാർ വേണമെന്ന ആവശ്യം BJP ആദ്യം എതിർത്തെങ്കിലും സമ്മർദ്ദം ശക്തമായതോടെ ആവശ്യത്തോട് വഴങ്ങേണ്ടി വന്നു. പരീക്കറുടെ മരണത്തോടെ ഗോവയിൽ BJP സഖ്യം ഇല്ലാതായെന്നും കേവല ഭൂരിപക്ഷമുള്ള ഒറ്റകക്ഷി കോൺഗ്രസ് മാത്രമായതിനാൽ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസും ഗവർണറെ സന്ദർശിച്ചിരുന്നു. മുനമ്പം മനുഷ്യക്കടത്ത് കോടതിയിൽ. കേരളത്തെ ഞെട്ടിച്ച മുനമ്പം മനുഷ്യക്കടത്ത് കേസിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. കേസിൽ അറസ്റ്റിലായ 3 പ്രതികളുടെയും ജാമ്യാപേക്ഷയും കോടതി ഇന്ന് പരിഗണിക്കും. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കേസായിട്ടും എന്തുകൊണ്ട് അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് കൈമാറിയില്ല എന്ന് നേരത്തെ ഹൈക്കോടതി ചോദിച്ചിരുന്നു. മുനമ്പം തീരത്ത് നിന്ന് ജനുവരി 12-നാണ് സ്ത്രീകളും കുട്ടികളുമടക്കം 100-ലേറെ പേർ ദയാമാത എന്ന ബോട്ടിൽ വിദേശത്തേക്ക് കടന്നത്. സംഭവത്തിൽ ദയാമാത ബോട്ട് ഉടമകളിൽ ഒരാളായ കോവളം സ്വദേശി അനിൽകുമാർ, ഡൽഹി സ്വദേശികളായ പ്രഭു പ്രഭാകരൻ, രവി സനൂപ് എന്നിവർ പോലീസ് പിടിയിലായിരുന്നു. അനധികൃത കുടിയേറ്റത്തിന് പുറമെ 3 വകുപ്പുകൾ കൂടി ചേർത്താണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ജീവനെടുത്ത് ഇഡായി. ആഫ്രിക്കയുടെ തെക്കൻ മേഖലകളിൽ ആഞ്ഞടിച്ച ഇഡായി ചുഴലിക്കാറ്റിൽ മരണസംഖ്യ 250 കടന്നു. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യത. ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്ക്. മൊസംബിക്, സിംബാബ്വെ, മലാവി എന്നീ രാജ്യങ്ങളിലാണ് ഇഡായി ചുഴലിക്കാറ്റ് നാശം വിധിച്ചത്. 15 ലക്ഷത്തിലധികം പേർ ദുരിതബാധിതർ എന്ന റിപ്പോർട്ട്. സിംബാബ്വെയിൽ മാത്രം 98 പേർ മരിച്ചു. 217 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട്. ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് മൊസംബിക്കിൽ. മരണസംഖ്യ 1000 കടക്കുമെന്ന ആശങ്കയുള്ളതായി മൊസംബിക് പ്രസിഡന്റ് ഫിലിപ്പെ ന്യൂയിസി. വാർത്താവിതരണ സംവിധാനങ്ങൾ തകരാറിലായതിനാൽ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി ഇനിയും പുറത്തു വന്നിട്ടില്ല. റെഡ് ക്രോസിന്റെ സഹായത്തോടെ രക്ഷാപ്രവർത്തനം തുടരുന്നു. 200 കിലോമീറ്ററിലധികം വേഗത്തിലാണ് കാറ്റ് ആഞ്ഞടിച്ചത്. മൊസംബിക്കിലെ ബെയ്റ നഗരം പൂർണ്ണമായി തകർന്നു. ശക്തമായ കാറ്റിൽ ബെയ്റയിലെ അണക്കെട്ട് തകർന്നതാണ് നാശനഷ്ടങ്ങൾ രൂക്ഷമാക്കിയത്. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം അശ്വതി ചേരും. നമസ്കാരം.